ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ഫിസിയോഗ്രഫി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥലം എന്ന് പറയുന്നത് മൗണ്ടൻ ആണോ, അത് പ്ലെയിനായിട്ട് കിടക്കുന്നതാണോ, അത് പ്ലേറ്റ്യൂ ആണോ, കോസ്റ്റൽ റീജിയൻ ആണോ, ഡെസേർട്ട് ആണോ എന്ന രീതിക്ക് ഒരു സ്ഥലത്തിൻ്റെ ഫിസിയോഗ്രഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പല കാറ്റഗറി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളതിന് ടോപ്പോഗ്രഫിക് ഡിവിഷൻ എന്നും എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അപ്പോൾ ഫിസിയോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ടോപ്പോഗ്രഫിക്കലി നമ്മുടെ ഭൂമി, ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മളൊരു സ്ഥലത്ത് നിന്ന് നോക്കുകയാണ്, മുകളിൽ ഒരു വിമാനത്തിലൂടെ പോകുമ്പോൾ നോക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു സാറ്റലൈറ്റിലിരുന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇന്ത്യയുടെ കുറേ സ്ഥലത്ത് മൗണ്ടൻസ് ഉണ്ട്, കുറേ സ്ഥലത്ത് ഇങ്ങനെ പ്ലെയിനായിട്ട് കൃഷിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, പിന്നെ ഡെസേർട്ട് ഉണ്ട്, ഐലൻഡുകളുണ്ട് അല്ലേ, കടലിനോട് ചേർന്ന് കിടക്കുന്ന കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്. അങ്ങനെ ഫിസിയോഗ്രഫിക്കലി നമുക്ക് ഇന്ത്യയെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലാദ്യം വരുന്നതാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, രണ്ടാമത് വരുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, മൂന്നാമത്തേത് പെനിൻസുലാർ പ്ലേറ്റ്യൂ, നാലാമത്തേത് ഇന്ത്യൻ ഡെസേർട്ട്, അഞ്ചാമത്തേത് കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് വിചാരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന മുകളിൽ കാണുന്ന ഭാഗം, ഏത് ഭാഗം? ഈ കാണുന്ന ഒരു ഭാഗം. ഓക്കെ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ അങ്ങോട്ട് മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്, ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത് അല്ലേ. അതിപ്പോൾ നോർത്ത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് കാണുന്ന മൗണ്ടൻസ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് വിളിച്ചു? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് വിളിച്ചു. ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് പ്ലെയിൻ റീജിയൻ ഉണ്ട്. ഈ പ്ലെയിൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ ഈ നദികളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നദികളിൽ നിന്നുള്ള ചെളിയൊക്കെ അടിഞ്ഞിട്ടുണ്ടാകുന്ന സ്ഥലത്തിനാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യ, നമ്മുടെ ഉത്തർപ്രദേശ്, ബീഹാർ, ആ ഭാഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് ഈ പറയുന്നത് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നൊക്കെ നമ്മൾ പണ്ട് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്നൊക്കെ പറയും. മൂന്നാമത് വരുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റ്, അതായത് നമ്മുടെ ഈ പറയുന്ന ഭാഗം, നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന സദേൺ ഭാഗം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇത്രയൊക്കെ വരുന്നൊരു ഭാഗം, ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരല്പം ഉയർന്നിട്ട് ഒരു ടേബിൾ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അതായത് മറ്റു സ്ഥലങ്ങൾ ഇപ്പോൾ നിരന്നിട്ടാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഉയർന്ന് കാണുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. ഒരു പ്ലേറ്റ് നമ്മൾ ടേബിളിൽ ഇരിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. എന്തുവാണ്? പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ പെനിൻസുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, 3 വശത്തും കടലാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇവിടെ എന്തുണ്ട്? അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, താഴെയായിട്ട് നമ്മുടെ ഇന്ത്യൻ ഓഷൻ ഉണ്ട്. അപ്പോൾ 3 സൈഡും ചുറ്റപ്പെട്ട്, വെള്ളത്തിനെ ചുറ്റപ്പെട്ട കരയാണ് നമ്മൾ പെനിൻസുലാർ എന്ന് വിളിക്കുന്നത്. പെനിൻസുലാർ. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ ഭാഗത്തുള്ള പ്ലേറ്റു, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? ഈ ഭാഗത്തിനെ പെനിൻസുലാർ പ്ലേറ്റു എന്ന് വിളിച്ചു. ഇനി നോക്കുകയാണെങ്കിൽ ഈ രാജസ്ഥാൻ്റെ ഈ ഒരു ഭാഗവും ഗുജറാത്തിൻ്റെ ഈ ഒരു മുകളിലത്തെ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ അത് ഡെസേർട്ട് റീജിയനാണ്. കാരണം ഇവിടെയായിട്ട് നമുക്കൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടൻ്റെ പേര് ആരവല്ലി മൗണ്ടൻ എന്നാണ്. ഈ മൗണ്ടൻ ഉള്ളത് കൊണ്ട് അതിന് ഇടതുവശത്ത് വരുന്ന ഭാഗം അത്രയും വരണ്ട പ്രദേശമാണ്. ആ സ്ഥലത്തിനാണ് നമ്മൾ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇന്ത്യൻ ഡെസേർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഡെസേർട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ട് അല്ലേ, അറേബ്യൻ സീ ആയിട്ട് ബോർഡർ എടുക്കുന്ന. അതുപോലെ ഇവിടുന്ന് കന്യാകുമാരി നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ വരെ ഒരു കോസ്റ്റൽ റീജിയൻ ഉണ്ട്, ബേ ഓഫ് ബംഗാളുമായിട്ട് ബോർഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? കോസ്റ്റൽ പ്ലെയിൻ. ഇതിൽ വലതുവശത്ത് കാണുന്ന ഭാഗത്തിന് നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് വിളിക്കും. ഇടതുവശത്ത് കാണുന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? വെസ്റ്റേൺ കോസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഐലൻഡ്. നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആണ് ഉള്ളത്. ഒന്ന് ഈ അറേബ്യൻ സീ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയും. നമ്മുടെ മലയാളം അനാർക്കലി സിനിമയിലൊക്കെ കാണിക്കുന്ന സ്ഥലം. ഇനി ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിനെയാണ് നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. നമ്മുടെ മോഹൻലാലിൻ്റെ പഴയ കാലാപാനി സിനിമയിലൊക്കെ കാണിക്കുന്ന ഈ ഐലൻഡ്. ഇങ്ങനെ 5 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയെ ഫിസിയോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം കണ്ടോ, നോർത്തിലായിട്ട് നോർത്ത് മൗണ്ടൻ റേഞ്ചസ്,
അത് കഴിഞ്ഞിട്ട് നോർത്തേൺ പ്ലെയിൻ ഉണ്ട്. ഇവിടെ ആയിട്ട് ഇതാ കണ്ടോ പെനിൻസുലാർ പ്ലേറ്റും ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, കോസ്റ്റൽ പ്ലെയിനിൽ വെസ്റ്റേൺ കോസ്റ്റ് ഉണ്ട്, ഈസ്റ്റേൺ കോസ്റ്റ് ഉണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്, ആൻഡമാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിസിയോഗ്രാഫി ഡിവിഷൻസ് വരുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റിയാണ്. അതിനെ പറ്റിയാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയേ, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് അതുപോലെ ഈസ്റ്റ് ഭാഗങ്ങൾ, ഇതാണ് നോർത്ത്, ഇതാണ് ഈസ്റ്റ്. സോ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് പറയും. ഓക്കെ, ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഫോംസ് ദ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ടൊരു മൗണ്ടൻ ഉണ്ട്. ഈ മൗണ്ടന്റെ പേരാണ് പാമീർ നോട്ട്. എന്തുവാണ്? പാമീർ നോട്ട്, PAMIR, പാമീർ നോട്ട്, KNOT, നോട്ട്. ഈ പാമീർ നോട്ട് എന്ന് പറയുന്ന ഒരു മൗണ്ടന്റെ ചുറ്റുമായിട്ട് കുറേ റേഞ്ചസ് പോകുന്നുണ്ട്. അതിലൊരു മൗണ്ടൻ റേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറേ മൗണ്ടൻസ് ഉണ്ട്. അതിന് പുറമേയായിട്ട് ഇതാ ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് മൗണ്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഈസ്റ്റേൺ ഭാഗത്ത് ഇവിടെ കുറച്ച് ചെറിയ ഉയരം കുറഞ്ഞ മൗണ്ടൻസ് ഉണ്ട്. ഇവരെല്ലാവരെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ പറയുന്ന പാമീർ നോട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലത്തിനാണ് സത്യത്തിൽ എന്ത് വിളിക്കുന്നത്, റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അത് ഈ പറയുന്ന പാമീർ നോട്ടാണ്. ഇതൊരു വലിയ മൗണ്ടൻ ആണ്, തജീകിസ്ഥാനിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ നിന്നിട്ട് നാല് ചുറ്റും പല മൗണ്ടൻസ് ഒന്ന് ചേരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയും. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്ത് പറയാം, നോക്കിയേ, അത്യാവശ്യം മറ്റ് മൗണ്ടൻസ് ഒക്കെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ പ്രായം കുറഞ്ഞ യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻസ് ആണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് പറയും. എന്തുവാണ്? മറ്റു മൗണ്ടൻസുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ആരവല്ലി മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പ്രായം കുറവാണ് ആർക്ക്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. അതുകൊണ്ട് നമുക്ക് തന്നെ യങ് മൗണ്ടൻസ് എന്നും. ഇനി ഫോൾഡ് മൗണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്ക് പർവ്വതം എന്ന് മലയാളത്തിൽ പറയും. എന്താ ഈ ഫോൾഡ് മൗണ്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സ്ഥലങ്ങൾ, രണ്ട് പ്ലേറ്റ്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും എന്താണ് ഈ പ്ലേറ്റ് എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക, നമ്മുടെ ഭൂമിയുടെ സർഫസ് രണ്ട് സ്ഥലത്ത് നിന്ന് വന്ന് കൂട്ടിയിടിച്ചു എന്ന് വിചാരിക്കുക. കൂട്ടിയിടിക്കുമ്പോൾ ഇടിക്കുന്ന ഭാഗം മുകളിലോട്ട് ഉയർന്നു വരും. അങ്ങനെ മുകളിലോട്ട് ഉയർന്നു വന്നുണ്ടാവുന്ന മൗണ്ടനെ വിളിക്കുന്ന പേരാണെന്ത്, ഫോൾഡ് മൗണ്ടൻസ്. സോ ഇവിടെ എന്ത് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു മൗണ്ടൻ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഫോം ചെയ്യുന്ന മൗണ്ടൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോൾഡ് മൗണ്ടൻ. അപ്പോൾ നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ളൊരു ഫോൾഡ് മൗണ്ടൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ എന്ന് പറയുന്നത്, യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻ ആണ്. ഇനി അടുത്ത ഈ മൗണ്ടൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഓക്കെ, ഈ മൗണ്ടൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. എവിടെ മുതൽ എവിടെ വരെ? ഇതാ ഇവിടെ ഇൻഡസ് എന്ന് പറയുന്നത്, ഈ നീല നിറത്തിൽ മാർക്ക് ചെയ്യുന്നത് ഇൻഡസ് ആണ്, മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇൻഡസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ജമ്മു കാശ്മീരിനെ അതുവഴി ഒഴുകി നേരെ പാകിസ്ഥാനിൽ കൂടി പോയിട്ട് അറേബ്യൻ സീ വന്ന് ചെയ്യും. സോ ഈ പറയുന്ന ഇൻഡസ് തൊട്ട് ഇവിടുന്ന് വേറൊരു റിവർ ഒറിജിനേറ്റ് ചെയ്യുക, അതിൻ്റെ പേര് ബ്രഹ്മപുത്ര എന്നാണ്. അതിങ്ങനെ ഒഴുകി ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ വളഞ്ഞ് നമ്മുടെ ഇവിടെ ഇന്ത്യക്കകത്തോട്ട് കയറും. അങ്ങനെ ഈ പറയുന്ന ഇൻഡസ് തൊട്ട് ബ്രഹ്മപുത്ര വരെയാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് കാണുന്നത്. മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ. ഇനി വീതി അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഈ ജമ്മു കാശ്മീരിൻ്റെ ഈ ഭാഗത്ത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൻ്റെ ഈ ഭാഗം എത്തുമ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറഞ്ഞ് 150 കിലോമീറ്ററും ആകും. എത്രയാകും? 150 കിലോമീറ്ററും ആകും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ വിഡ്ത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് ഒരു ബൗണ്ടറി പോലെ കാണുന്ന മൗണ്ടനാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് വരുന്നത് പാമീർ നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പാമീർ നോട്ടിനെ വിളിക്കുന്ന പേരാണ് റൂഫ് ഓഫ് ദ വേൾഡ്. ഈ പാമീർ നോട്ടിൽ നിന്ന് വരുന്ന മൗണ്ടൻസ് എവിടെ മുതൽ എവിടെ വരെ ഉണ്ട്? നമ്മുടെ വെസ്റ്റിലെ ഇൻഡസ് നദി തൊട്ട്, ഈ ഒഴുകുന്ന ഇൻഡസ് നദി തൊട്ട് ഈസ്റ്റിൽ കൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിക്ക് ഇടയിലായിട്ടുള്ള ഭാഗത്താണ് ഇത് പ്രധാനമായിട്ട് കാണുന്നത്.
മൊത്തം നീളം 2400 കിലോമീറ്റർ, വീതി ജമ്മു കാശ്മീരിൻ്റെ ഈ ഒരു ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ 150 കിലോമീറ്ററുമാണ്. എന്ത് ടൈപ്പ് മൗണ്ടൻസ് ആണ്? യങ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടൻസ് ആണ് ഈ പറയുന്ന നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ഈ നോട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ. ഓക്കെ, ഇനി ഈ മൗണ്ടൻസിനെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, ട്രാൻസ് ഹിമാലയ, ദ ഹിമാലയ, ഈസ്റ്റേൺ ഹൈലാൻഡ്. സോ എന്താണ് ക്ലാസിഫിക്കേഷൻ? നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ വരയ്ക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ പറയുന്ന പാമിർ നോട്ടിൽ നിന്ന് വന്ന് ഒരു മൗണ്ടൻ, അതിൻ്റെ താഴെയായിട്ട് വന്നിട്ട് മറ്റൊരു മൗണ്ടൻ, അതിൻ്റെ താഴെയായിട്ട് വന്നിട്ട് മറ്റൊരു മൗണ്ടൻ, അങ്ങനെ ഇവിടെ 3 മൗണ്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ എന്താ ഇങ്ങനെ 1, 2, അടുത്ത് 3 റേഞ്ചസ് വഴി പോകുന്നുണ്ട്. എത്ര എണ്ണം? 3 എണ്ണം പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ദ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ദി ഹിമാലയാസ്. അടുത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ കുന്നുകളുണ്ട്. ഈ കുന്നുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസ്റ്റേൺ ഹൈലാൻഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലാൻഡ്. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലാൻഡ്. അതിലാദ്യം വരുന്നതാണ് ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം, ട്രാൻസ് ഹിമാലയാസ് എവിടെയായിരുന്നു? ട്രാൻസ് ഹിമാലയാസ് ദാ ഇവിടെ അല്ലേ. ഇവിടെ നിന്നുള്ള പാമിർ നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ 1, 2, 3 റേഞ്ചസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ നോർത്തേൺ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വേറൊരു പേര് പറഞ്ഞ് വിളിക്കും. എന്തുവാണ് ആ പേരെന്നറിയാവോ? ഇതാണ് ടിബറ്റൻ ഹിമാലയാസ്. ഓക്കെ, എന്താണ്? TIBETAN, ടിബറ്റൻ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഈ മുകളിലത്തെ ഭാഗമാണ്. ഇനി ഹിമാലയാസിലെ ട്രാൻസ് ഹിമാലയത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മൗണ്ടൻസിൻ്റെ ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ ആവറേജ് നമ്മൾ എന്ത് വിളിക്കും? എലിവേഷൻ എന്ന് വിളിക്കും. ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. എത്രയാണ്? ഇവിടുത്തെ മൗണ്ടൻസിൻ്റെ ആവറേജ് ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. ഈ മൗണ്ടൻസിൻ്റെ വീതി അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 40 കിലോമീറ്റർ. അതുപോലെ ഈ മൗണ്ടൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 965 കിലോമീറ്ററും വരും. എന്താ പറഞ്ഞത്? അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ആവറേജ് ഉയരം വരുന്നത് ഈ 3 മൗണ്ടൻസ് ആണ്. ആവറേജ് ഉയരം വരുന്നത് 3000 മീറ്ററോളം വരും. ഏതാണ്ട് 40 കിലോമീറ്ററോളം വീതിയും 965 കിലോമീറ്റർ വിഡ്ത്തും വരുന്ന ഭാഗമാണ് ഈ പറയുന്ന ഹിമാലയാസിലെ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയാസിൽ പ്രധാനമായിട്ട് 3 മൗണ്ടൻ റേഞ്ചസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമതായിട്ട് കാണുന്ന ഈ ഒരു മൗണ്ടൻ ഉണ്ട്, തൊട്ട് താഴെ ഒന്നുണ്ട് 2, മൂന്നാമത്തത് 3. അപ്പോൾ ഒന്നാമത്തെ റേഞ്ചിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് കാരക്കോറം. എന്താണ്? കാരക്കോറം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ മൗണ്ടൻ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ലഡാക്ക്. മൂന്നാമത്തെ മൗണ്ടൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സസ്കർ. അപ്പോൾ അങ്ങനെ ട്രാൻസ് ഹിമാലയാസിനെ നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാം? മൊത്തം 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരക്കോറം, ലഡാക്ക്, സാസ്കർ. ഇതൊക്കെയാണ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ എന്നിങ്ങനെ 3 റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ ഈ കാരക്കോറം റേഞ്ചസ് ആണ് ആരുമായിട്ട് കണക്റ്റ് ആകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പാമീർ നോട്ടുമായിട്ട് കണക്റ്റ് ആകുന്ന ആരാണ്? കാരക്കോറമാണ്. ഈ മൗണ്ട് K2 എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗോഡ്വിൻ ഓസ്റ്റിൻ. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? കാരക്കോറം റേഞ്ചസിലാണ്. ലഡാക്കിനെ പറ്റി നിങ്ങൾക്കറിയാം, ലഡാക്ക് പീഠഭൂമിയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാസ്കർ എന്നിങ്ങനെ 3 റേഞ്ചസ് ആണ് എവിടെ ഉള്ളത്? ട്രാൻസ് ഹിമാലയാസിനകത്ത് ഉള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്? ട്രാൻസ് ഹിമാലയാസ് നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഓഫ് ഹിമാലയാസ് ആണ്. ട്രാൻസ് ഹിമാലയാസ് അതിൻ്റെ നോർത്തേൺ ഭാഗത്തിന് വിളിക്കുന്ന പേര് ടിബറ്റൻ ഹിമാലയ. 3000 മീറ്ററോളം ഹൈറ്റും 400 കിലോമീറ്ററോളം വിഡ്ത്തും 965 കിലോമീറ്ററോളം ലെങ്തും വരുന്നു. ഇതിനെ 3 നമുക്ക് മൗണ്ടൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരക്കോറം,
ലഡാക്ക്, സസ്ക്. കാരക്കോറം, ലഡാക്ക്, സസ്ക്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത് വരുന്ന ഡിവിഷൻസ് ആണ് ഏത്? ദ ഹിമാലയാസ്. ഇതാണ് ദ ഹിമാലയാസ്. അപ്പൊ ഏതാണ് ഹിമാലയാസ് എന്ന് പറയുന്ന മൗണ്ടൻസ്? ഏതായിരിക്കും? ദാ ഇവിടെ ഉള്ള മൗണ്ടൻസ് ആണ്. ഓക്കെ, ദാ ഇവിടെ നിന്ന് 1, 2, 3, ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്, മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ പറയുന്ന ഇവിടുത്തെ ഭാഗം എന്തായിരുന്നു? ട്രാൻസ് ഹിമാലയം അല്ലേ? അപ്പൊ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ താഴെ അപ്പൊ നമുക്ക് ട്രാൻസ് ഹിമാലയത്തിന് എന്ന് പറയാം, സൗത്ത് എന്ന് പറയാം. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്തിൽ നിന്ന് ആരംഭിച്ച് ഈസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മൗണ്ടൻസ് ആണ് ദ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ടു ദ സൗത്ത് ഓഫ് ട്രാൻസ് ഹിമാലയാസ് അല്ലെ, സൗത്ത് ഓഫ് ട്രാൻസ് ഹിമാലയാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന മൗണ്ടൻസ് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 റേഞ്ചസ് ആണ് വരുന്നത്. ഇത് ഈ ഒന്നാമത് കാണുന്ന റേഞ്ചിൽ നമ്മൾ ഹിമാദ്രി എന്നും, രണ്ടാമത് കാണുന്ന ആളെ നമ്മൾ ഹിമാചൽ എന്നും, മൂന്നാമത് കാണുന്ന മൗണ്ടൻ നമ്മൾ ശിവാലിക്സ് എന്നും വിളിക്കും. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ റേഞ്ചസ്, അതായത് ഇവിടെ 3 പാരലൽ റേഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ റേഞ്ചിന്റെ പേരാണ് എന്ത്? ഹിമാദ്രി. രണ്ടാമത്തെ റേഞ്ചിന്റെ പേരാണ് എന്ത്? ഹിമാചൽ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റേഞ്ചിന്റെ പേരാണ് എന്ത്? ശിവാലിക്സ്. അങ്ങനെ 3 മൗണ്ടൻ റേഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അതില് ആദ്യം വരുന്നതാണ് ഏത്? ഹിമാദ്രി. ഓക്കെ, ഏതാണ്? ഹിമാദ്രി. അപ്പൊ ഏതാ ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഈ കാണുന്ന മൗണ്ടൻ റേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത്? ഹിമാദ്രി എന്ന് പറയുന്നത്. എന്താ അപ്പൊ ഹിമാദ്രിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാദ്രി മൗണ്ടൻസിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയ. എന്താണ്? ഗ്രേറ്റർ ഹിമാലയ. അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് പറഞ്ഞു വിളിക്കും ഇന്നർ ഹിമാലയാസ്. എന്താണ്? ഇന്നർ ഹിമാലയാസ്. അപ്പൊ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ്? അത് ഹിമാദ്രിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മൗണ്ടൻസിന്റെ ആവറേജ് ആയിട്ടുള്ള ഉയരം എന്ന് പറയുന്നത്, ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് എത്ര വരും? അത് 6100 മീറ്റർ വരും. എത്ര വരും? 6100 മീറ്റർ എന്ത് വരും? ആവറേജ് എലിവേഷൻ വരും. 6100 മീറ്റർ. അപ്പൊ ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കാണുന്നത്. നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൻ ആണ് ഏത്? എവറസ്റ്റ്. അപ്പൊ ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കാണുന്നത് എവിടെയാണ്? ഈ ഹിമാദ്രി റേഞ്ചസിൽ. ഓക്കെ, ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25 കിലോമീറ്ററോളം വിഡ്ത്ത് വരുന്നു. മൊത്തം ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സ്നോ കവേർഡ് ആയിട്ടുള്ള, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഹിമാദ്രി എന്താണ്? ഹിമാദ്രി വിളിക്കുന്ന 2 പേരുകൾ, ഒന്ന് ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ അല്ലേ നിൽക്കുന്നത് അല്ലെ? നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ മറ്റ് 2 ഹിമാലയം കഴിഞ്ഞല്ലേ കാണുന്നത്. നമ്മുടെ അകത്തിരിക്കുന്ന ഹിമാലയ എന്ന രീതിക്ക് ഇന്നർ ഹിമാലയ എന്നും, ഉയരം കൂടിയ ഹിമാലയ ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? അത് നമ്മുടെ ഹിമാദ്രിയെ ആണ്. ആവറേജ് ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 6100 മീറ്റർ ആണ്. ഏതാണ്ട് 6 കിലോമീറ്ററോളം വരും. എവറസ്റ്റോട് കൂടിയൊക്കെ ഇവിടെയാണ് കാണുന്നത്. 25 കിലോമീറ്റർ വീതി കാണും. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ് ഈ പറയുന്ന ഹിമാദ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നതാണ് ഏത്? ഹിമാചൽ. ഓക്കെ, എന്താണ്? ഹിമാചൽ. അപ്പൊ ഹിമാചൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും? ഹിമാലയത്തിന്റെ നമ്മുടെ ഏതാണ്? ഹിമാദ്രിയുടെ തൊട്ട് താഴെ കാണുന്നു. അപ്പൊ ഹിമാദ്രിയുടെ അത്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കും. അതാണ് ലെസ്സർ ഹിമാലയ. എന്താണ്? ലെസ്സർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചൽ. കാരണം ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത് ഹിമാദ്രിയുടെ അത്രയും വരത്തില്ല. ഏതാണ്ട് 3500 തൊട്ട് 4500 മീറ്റർ വരെയാണ് എന്ത്? ആവറേജ് ഉയരം എന്ന് പറയുന്നത്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്. 60 to 80 കിലോമീറ്ററോളം വീതിയുണ്ട്. അപ്പോൾ ഉയരം കുറവാണെങ്കിലും വീതി കുറച്ച് കൂടുതലാണ് ഹിമാചൽ. ഹിമാചൽ പ്രദേശ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ഈ ഹിമാചൽ മൗണ്ടൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത് വരുന്ന ഡിവിഷനാണ് ഹിമാചൽ. വിളിക്കുന്ന മറ്റൊരു പേര് ലെസ്സർ ഹിമാലയ. 3500 to 4500 മീറ്റർ ആവറേജ് ഉയരം, 60 to 80 കിലോമീറ്റർ വീതി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് ഏത്? ഏറ്റവും ഔട്ടർ ഭാഗത്ത് കിടക്കുന്ന ഹിമാലയ, ഏറ്റവും പുറത്ത് കിടക്കുന്ന ഹിമാലയയുടെ പേരാണ് എന്ത്?
ശിവാലിക്സ്. അപ്പോൾ ശിവാലിക്സിനെ പറ്റി നമുക്ക് എന്ത് പറയാം? ഏറ്റവും ഔട്ട്സൈഡ് കിടക്കുകയാണല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താണ്? ശിവാലിക്സിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയാസ്. എന്താണ്? ഔട്ടർ ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ശിവാലിക്സ്. ഈ ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ശിവാലിക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഏത്? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പോൾ ഈ പറയുന്ന നോർത്ത് മൗണ്ടൻ റേഞ്ചിന്റെ ബോർഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം? ശിവാലിക്സിനെ പറയാം. ഓക്കെ, എന്താണ്? ബോർഡറാണ് ശിവാലിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആവറേജ് വീതി എന്ന് പറയുന്നത് ഓക്കെ ഏതാണ്ട് 60 to 150 കിലോമീറ്ററോളം ആവറേജ് വീതി വരുന്ന ഭാഗം, വിട്ട് വരുന്ന ഭാഗമാണ് എന്ത്? ശിവാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശിവാലിക്സ് എന്താണ്? അറിയപ്പെടുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയാസ്. നമ്മുടെ ബോർഡറായിട്ട് വരുന്ന ഭാഗമാണ്. 60 to 150 കിലോമീറ്ററോളം വിട്ട് വരുന്ന ഭാഗമാണ് എന്ത്? ഈ പറയുന്ന ശിവാലിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ 3 റേഞ്ച് ഉണ്ട്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അതിൽ ആദ്യം വരുന്നത് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നു. 6100 മീറ്റർ ആണ്. ഇവിടെ മീറ്റർ ആണ്, കിലോമീറ്റർ എഴുതി കളയരുത്. 6700 മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത്. 25 കിലോമീറ്ററോളം വിട്ട് വരും. സ്നോ ക്ലേഡ് മൗണ്ടൻസ് അഥവാ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. ഹിമാചൽ വിളിക്കുന്ന മറ്റൊരു പേര് ലെസർ ഹിമാലയ. 3500 to 4500 മീറ്റർ ആവറേജ് വരും. 60 to 80 കിലോമീറ്റർ വിട്ട്. പിന്നെ വരുന്നത് ശിവാലിക്സ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഔട്ടർ ഹിമാലയാസ്. ഓക്കെ, ഇതാണ് എന്ത്? ഗംഗാ പ്ലെയിൻസിന്റെ ബോർഡർ ആയിട്ട് വരുന്നത്. 60 to 150 കിലോമീറ്റർ ആണ് വിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടക്കം എന്ന രീതിയിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒറിജിൻ ഓഫ് ഹിമാലയാസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നോട്ടിൻ്റെ അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി, ഞാൻ നോട്ട് അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.